ഇരിക്കൂറിൽ നിന്നും ആരംഭിച്ച ജാഥയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ. എനിക്ക് തോന്നുന്നു ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് ഈ ജാഥ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന ഈ ജാഥ അക്ഷരാർത്ഥത്തിൽ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് പാലോട് സംഭവിച്ചത് 10,000 പങ്കെടുക്കുന്ന ഒരു ജാഥ. 10,000 അവിടെ പങ്കെടുത്തത്. വന മേഖലയിൽ അതുപോലെ തന്നെ ഇത്രയും പ്രതിഷേധം ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് നമ്മളിതിലൂടെ അറിയുകയാണ്. എന്തായാലും ഈ ജാഥ സംഘടിപ്പിച്ച UDF കേരളത്തിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞുള്ള ഒരു ജാഥയാണ് വളരെ നാളുകൾക്ക് ശേഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. TMPയുടെ നേതൃത്വത്തിൽ പാലോടും അതുപോലെ തന്നെ അമ്പൂരിയിലും ഈ ജാഥയ്ക്ക് ആവേശം പകരുന്നതിന് വേണ്ടി എല്ലാ പ്രവർത്തകരും എത്തിച്ചേർന്നിട്ടുണ്ട്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി 2 വേദികളിലും കേരളത്തിലൊട്ടാകെ ഇരിക്കൂർ മുതൽ ഈ ജാഥയോടൊപ്പം സഞ്ചരിച്ച് പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് UDFൻ്റെ സെക്രട്ടറിയായി തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ജാഥയ്ക്ക് എല്ലാവിധ CMPയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. മലയോര ജനതയുടെ ഹൃദയവീതിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മലയോര ജനതയുടെ സങ്കടക്കടലുകൾക്ക് മുന്നിൽ ഉയർന്നിരിക്കുന്ന പിണറായി സർക്കാരിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് കടന്നു വരികയാണ് കേരളത്തിന്റെ കരുത്തനായ പ്രതിപക്ഷ നായകൻ വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയുടെ സമാപന സമ്മേളനം നടക്കുന്ന അമ്പൂരിയുടെ മുന്നിൽ ബഹുമാനായ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മലയോര സമരയാത്രയുടെ നായകനുമായ വി.ഡി. സതീശൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന മണ്ഡല കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ബൈക്ക് റാലി സമാപന സമ്മേളനഗിരിയായ അമ്പൂരിയുടെ ഉജ്ജ്വലമായ തീയതി കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാലിന്റെ മണ്ണിൽ നിന്നും പ്രയാണം ആരംഭിച്ച മലയോര സമരയാത്ര ജനാധിപത്യ കേരളത്തിന്റെ ജനകീയനായ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര